എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 13-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ചോദ്യം എന്താണ്? 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് 71ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കളായത് ആരാണ്? അല്ലെ ഏത് ടീമാണ്? ചോദ്യം എന്താണ്? 2024 ആഫ്രിക്കൻ നേഷൻ കപ്പ് ജേതാക്കളായ ടീം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. ഏത് ടീമാണ്? ഐവറി കോസ്റ്റ്. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖയ്ക്കാണ്. അവരുടെ നോവൽ ഏതാണ്? ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയത് മ്യാൻമർ ആണ്. ഏത് രാജ്യമാണ്? മ്യാൻമർ. ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലോക റേഡിയോ ദിനം എന്നാണ്? ഫെബ്രുവരി 13. അപ്പൊ നമ്മൾ ഫെബ്രുവരിയിൽ കുറെ ദിവസങ്ങൾ പഠിച്ചല്ലോ. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ പ്രമേയം നോക്കാം. ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഞങ്ങൾ വൈവിധ്യമാണ്, ഞങ്ങൾ റേഡിയോയാണ്. ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഞങ്ങൾ വൈവിധ്യമാണ്, ഞങ്ങൾ റേഡിയോ ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ ഈ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കി വരാം. ഫെബ്രുവരി 12 രാജ്യാന്തര അപസ്മാര ദിനമാണ്. എന്താണ്? രാജ്യാന്തര അപസ്മാര ദിനം. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനമാണ്. ഫെബ്രുവരി 8 ദേശീയ വിരമുക്ത ദിനം. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 1 എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. ക്ലിയർ ആണല്ലോ? നമുക്കിനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മുടെ ആറാമത്തെ ചോദ്യം എന്താണ്? അതും ഒരു ദിനം തന്നെയാണ്. ദേശീയ വനിതാ ദിനം എന്നാണ്. ദേശീയ വനിതാ ദിനം എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? ഫെബ്രുവരി 13 അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പഠിച്ച ദിവസങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മറന്നു പോകും പെട്ടെന്ന്. അപ്പൊ ഓരോ മാസത്തെ ഡേറ്റ്സ് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനെക്കുറിച്ച് ഒരു ധാരണയും ഒരു ഓർമ്മയും കിട്ടും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വെച്ചിട്ടാണ് ഞാൻ ഓരോ സ്ലൈഡിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡേറ്റ്സ് വരുന്നത്. അതിന്റെ ഡേറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദേശീയ വനിതാ ദിനം എന്നാണ്? ഫെബ്രുവരി 13 2014 മുതലാണ് ദേശീയ വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്റർ നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ്, അതായത് കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകളിൽ എൻറോൾ ചെയ്യുക. അതുപോലെ തന്നെ PS റിലേറ്റഡ്, അതുപോലെ തന്നെ അറിവ് കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബ് ചാനൽ, ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.